ഐഫോണുകളെയും ഐപാഡുകളെയും ബാധിക്കുന്ന സുരക്ഷാ ദുർബല പരിഹരിക്കാന് iOS 18.3.1 അപ്ഡേറ്റ് പുറത്തിറക്കി ആപ്പിൾ. iOSന്റെ ആക്സസിബിലിറ്റി ഫീച്ചറുകളിലാണ് CVE 2025 മുതൽ 24,200 വരെ എന്ന സുരക്ഷാ പിഴവ് കണ്ടെത്തിയത്. ലോക്ക് ചെയ്ത ഉപകരണങ്ങളിലേക്ക് വരെ USB കണക്ഷനുകൾ വഴിയുള്ള നുഴഞ്ഞുകയറ്റം തടയാന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഇത്. മെച്ചപ്പെട്ട സ്റ്റേറ്റ് മാനേജ്മെന്റിലൂടെ ഈ ദുർബല പരിഹരിച്ചതായി ആപ്പിളിന്റെ സുരക്ഷാ അപ്ഡേറ്റ് രേഖയിൽ പറയുന്നു. ലോക്ക് ചെയ്ത ഉപകരണത്തില് ഒരു ഭൗതിക ആക്രമണം USB നിയന്ത്രിത മോഡ് പ്രവർത്തനരഹിതമാക്കിയേക്കാം, ആപ്പിൾ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചു. ഐഫോണിനെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളിൽ നിന്ന് സുരക്ഷിതമായി നിലനിർത്താന് ഏറ്റവും പുതിയ പതിപ്പിലേക്ക് നിങ്ങളുടെ ഉപകരണങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും ആപ്പിൾ പറയുന്നു. ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം അതിലെ ജനറൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാണുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നതിലേക്ക് പോയി സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക. iOS 18.3.1 പുറമെ മാക് OS 15, വിഷൻ OS 2, വാച്ച് OS 11 എന്നിവയ്ക്കായുള്ള അപ്ഡേറ്റുകളും ആപ്പിൾ പുറത്തിറക്കി. പക്ഷേ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കായി പ്രത്യേക സുരക്ഷാ പാച്ചുകളൊന്നും പരാമർശിച്ചിട്ടില്ല. എന്നിരുന്നാലും അപ്ഡേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് നിങ്ങളുടെ തീരുമാനമാണ്. അപ്ഡേറ്റ് ചെയ്താൽ ഡിസ്പ്ലേ വരെ പോകുന്ന അവസ്ഥയാണിപ്പോൾ. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് ഉത്തമം.